ഹലോ എവ്രിവൺ, എല്ലാവർക്കും PSC MCQ സോണിൻ്റെ മറ്റൊരു PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മോഡേൺ ഇന്ത്യ ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മുൻകാല ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ചോദ്യം സമയമെടുത്ത് തന്നെ അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാൻ ശ്രമിച്ച ശേഷം മാത്രം ഉത്തരമുള്ള ഭാഗത്തേക്ക് നീങ്ങുക. വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്തോളൂ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Which one of the following does not belong to the same category? ഉൽഗുലൻ മൂവ്മെന്റ്, സഫാഹർ മൂവ്മെന്റ്, കച്ചാനാഗ മൂവ്മെന്റ്, ഖദർ മൂവ്മെന്റ്. ഇത് കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡസ് നോട്ട് ബിലോങ് ടു ദി സെയിം കാറ്റഗറി ആണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻസും എലിമിനേഷനും ഒന്നും ഇല്ല. 1, 2, 3, 4 അങ്ങനെ ഉള്ള ഓപ്ഷൻസ് ആണ്. അതുകൊണ്ട് ആൻസർ അറിയാമെങ്കിൽ നമുക്ക് പോവാം. ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ആൻസറിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4 ഓൺലി ആണ്. ഖദർ മൂവ്മെന്റ് ആണ് കൂട്ടത്തിൽ പെടാത്തത്. കാരണം എന്താണ്? ഈ ആദ്യത്തെ 3 മൂവ്മെന്റ്സും, അതായത് ഉൽഗുലൻ മൂവ്മെന്റ്, സഫാഹർ മൂവ്മെന്റ്, കച്ചാനാഗ മൂവ്മെന്റ്, ഈ 3 മൂവ്മെന്റ്സും ട്രൈബൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, റീജിയണൽ ട്രൈബൽ സ്ട്രഗിൾസ് ആണ് ഈ 3 മൂവ്മെന്റും. ഉൽഗുലൻ മൂവ്മെന്റ്, സഫാഹർ മൂവ്മെന്റും ജാർഖണ്ഡിലാണ് നടക്കുന്നത്. കച്ചാനാഗ മൂവ്മെന്റ് അസമിലാണ്. പക്ഷേ ഖദർ മൂവ്മെന്റ് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് അല്ല. ഖദർ മൂവ്മെന്റ് ഒരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി US-ലും കാനഡയിലും ഒക്കെയുള്ള ഇന്ത്യൻസ് ബ്രിട്ടീഷ് റൂളിനെതിരെ നടത്തിയ ഒരു അപ്രൈസിംഗ് ആണ് ഖദർ മൂവ്മെന്റ്. ഓക്കെ, അതൊരു ഇന്റർനാഷണൽ മൂവ്മെന്റ് ആണ്. ഇന്ത്യയിൽ നടന്ന മൂവ്മെന്റ് അല്ല ഖദർ മൂവ്മെന്റ്. US-ലും കാനഡയിലും ഒക്കെയാണ് നടന്നത്. ഉൽഗുലൻ മൂവ്മെന്റ്, സഫാഹർ, കച്ചന ഇതൊക്കെ ട്രൈബൽ റിവോൾട്ടുകളാണ്. ഈ ഉൽഗുലൻ മൂവ്മെന്റിനെയാണ് ദ ഗ്രേറ്റ് ടുമുൾട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഗ്രേറ്റ് ടുമുൾട്ട് ഉൽഗുലൻ മൂവ്മെന്റ് ആണ്. ഇതൊക്കെ ഓരോ ട്രൈബൽ ഗ്രൂപ്പ്സ് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെതിരെ ബ്രിട്ടീഷ് ഫോഴ്സസിനോട് പൊരുതിയ മൂവ്മെന്റ്സ് ആണ് ഈ ഓരോ മൂവ്മെന്റ്സും. ഇതൊക്കെ റീജിയണൽ മൂവ്മെന്റ്സും ഖദർ മൂവ്മെന്റ് ഇന്റർനാഷണൽ മൂവ്മെന്റും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: Among the following statements, which are true in relation to the event of partition of Bengal? ബംഗാൾ വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ്, ലോർഡ് കേഴ്സൺ ഇഷ്യൂഡ് ദ ഓർഡർ ഓഫ് ഡിവൈഡിംഗ് ദ പ്രൊവിൻസ് ഓഫ് ബംഗാൾ. ബംഗാൾ പ്രൊവിൻസ് ഡിവൈഡ് ചെയ്യാനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്തത് ലോർഡ് കേഴ്സൺ ആണ്. രണ്ടാമത്തത്, ഇറ്റ് വാസ് മെന്റ് ടു സ്റ്റെം ദി റൈസിംഗ് ടൈഡ് ഓഫ് നാഷണലിസം. ഉയർന്നു വരുന്ന നാഷണലിസം തടയിടാൻ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടന്നത്. മൂന്നാമത്തത്, ഇന്ത്യൻ നാഷണലിസ്റ്റ് ഡിഡ് നോട്ട് സീ ദ പാർട്ടീഷൻ ആസ് എൻ അറ്റംപ്റ്റ് ടു ഡിവൈഡ് ഇന്ത്യൻസ് ഓൺ ദി റിലീജിയസ് ഗ്രൗണ്ട്സ്. മതപരമായി ഇന്ത്യക്കാരെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമമായി ഇന്ത്യൻ നാഷണലിസ്റ്റ് ഇതിനെ കണ്ടിരുന്നില്ല. ഇതാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ലോർഡ് കേഴ്സൺ ആണ് പ്രൊവിൻസ് ഓഫ് ബംഗാൾ ഡിവൈഡ് ചെയ്യാനുള്ള ഓർഡർ ഇടുന്നത്. അത് ഡെഫിനറ്റ്ലി ഇന്ത്യൻ നാഷണലിസം അതിന്റെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ കൊണ്ടുവരുന്നത്. ഇവിടെ ഇന്ത്യൻ നാഷണലിസ്റ്റ് ഡിഡ് നോട്ട് സീ എന്ന് പറയുന്നുണ്ടല്ലേ, അത് റോങ് ആണ്. ഇന്ത്യൻ നാഷണലിസ്റ്റ് ഡിഡ് സീ ദാറ്റ് ആസ് എൻ അറ്റംപ്റ്റ് ടു ഡിവൈഡ് ഇന്ത്യൻ പീപ്പിൾ ഓൺ റിലീജിയസ് ഗ്രൗണ്ട്സ്. അപ്പൊ ഓപ്ഷൻ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1 and 2 ആർ ട്രൂ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എക്സ്പ്ലനേഷൻ ആണ്, ഇന്ത്യൻ നാഷണലിസ്റ്റ് ഇതിനെ ഒരു അറ്റംപ്റ്റ് ആയിട്ട് തന്നെ കണ്ടു. പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്ന വർഷം 1905 ആണ്. ഓക്കെ, 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത്. ഇങ്ങനെ ബംഗാള് നടത്താൻ കാരണമായിട്ട് ഇവർ പറഞ്ഞത്, ബംഗാൾ പ്രൊവിൻസ് വളരെ വലുതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഭരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ പ്രൊവിൻസ് ഗവേൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ബംഗാളിനെ 2ആയിട്ട് തിരിക്കുന്നത്. വെസ്റ്റേൺ ബംഗാൾ എന്നും ഈസ്റ്റേൺ ബംഗാൾ എന്നും. ഈസ്റ്റേൺ ബംഗാൾ ആൻഡ് ആസാം ഒരു സെഷനും, പിന്നെ ഒന്ന് വെസ്റ്റേൺ ബംഗാൾ. ആക്ച്വലി ഈസ്റ്റേൺ ബംഗാളിൽ കൂടുതൽ മുസ്ലിം പോപ്പുലേഷനും വെസ്റ്റേൺ ബംഗാളിൽ കൂടുതൽ ഹിന്ദു പോപ്പുലേഷനുമാണ്. ആ ഒരു ബേസിസ് വെച്ച് ഇന്ത്യക്കാരെ വിഭജിക്കാമെന്നാണ് ലോർഡ് കേഴ്സൺ വിചാരിച്ചത്. പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം വരികയും 1911 ആയപ്പോൾ ഈ ഒരു വിഭജനം റദ്ദാക്കപ്പെടുകയും ചെയ്തു. അനൽ ചെയ്തു, റദ്ദാക്കി. പക്ഷെ ലോർഡ് കേഴ്സൺ അല്ല റദ്ദാക്കിയത്. ഈ ഒരു റദ്ദാക്കും എന്നുള്ള ഡിസിഷൻ പറഞ്ഞത് ഇന്ത്യൻ വൈസ്രോയ് ആ സമയത്തായിരുന്ന ലോർഡ് ഹാർഡിഞ്ച് ആണ്. ഓക്കെ, പാർട്ടീഷൻ കൊണ്ടുവന്നത് ലോർഡ് കേഴ്സൺ ആണെങ്കിൽ റദ്ദാക്കിയത് ആരാണ്? ലോർഡ് ഹാർഡിഞ്ച് ആണ്. അദ്ദേഹം ഡൽഹി ദർബാർ അല്ല, ദർബാർ നടക്കുന്ന സമയത്താണ് അദ്ദേഹം പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൽക്കട്ട ആയിരുന്നു അതുവരെ ഇന്ത്യയുടെ ക്യാപിറ്റൽ.
അതവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി, ഇന്ത്യ അല്ല ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ, ഓക്കെ, അതെടുത്ത് മാറ്റി ഡൽഹിയിലേക്ക് കൊണ്ടുപോയി. അതായത് കൽക്കട്ടയിൽ നല്ല ഒരുപാട് ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്, ഇന്റലക്ച്വൽസ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട് ബംഗാളിൽ. അപ്പം ഇവർക്ക് അവരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവർ ക്വസ്റ്റ്യൻ ചെയ്യും ബ്രിട്ടീഷ് അതോറിറ്റീനെ, ഇന്റലക്ച്വൽസ്. അതുകൊണ്ട് തന്നെ അത്രയും ഇന്റലക്ച്വൽസ് ഇല്ലാത്ത ഡൽഹിയിലേക്ക് ഇന്ത്യയുടെ ക്യാപിറ്റൽ മാറ്റി. അതാണ് ഇതിന്റെ റീസൺ, അതുപോലെ ആഫ്റ്റർ മാത്ത് ആൻഡ് എഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തന്നിട്ടുണ്ട്. ലിസ്റ്റ് 2ൽ കുറച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികളും ലിസ്റ്റ് 1ൽ അവർ ചെയ്ത ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ മതി. ലിസ്റ്റ് 1ൽ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ലിസ്റ്റ് 2ൽ സബ്സിഡറി അലയൻസ്, ലിസ്റ്റ് 3ൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, ലിസ്റ്റ് അല്ല, നമ്പർ 4ൽ ഓഗസ്റ്റ് ഓഫർ. ലിസ്റ്റ് 2ലുള്ളത് ഓപ്ഷൻ എ മായോ, ഓപ്ഷൻ ബി ലിൻലിത്ഗോ, ഓപ്ഷൻ സി വെലസ്ലി, ഓപ്ഷൻ ഡി വാരൻ ഹാസ്റ്റിങ്സ്. നമുക്ക് ഓരോ കാര്യമായിട്ട് നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773, ഇത് 1773 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയതാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. അതാരാണ്? The Regulating Act of 1773 is related with none other than Warren Hastings. ഈ ഒരു ആക്ടോട് കൂടിയാണ് ഇദ്ദേഹത്തിന് ഒരു എലവേഷൻ കിട്ടുകയാണ് പൊസിഷനിൽ. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ സി ഒഴികെ ബാക്കിയെല്ലാം സി ഒഴിവാക്കാം. ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാം ഓപ്ഷൻ ബി സോൾവ് ചെയ്യാനായിട്ടുള്ള. സബ്സിഡറി അലയൻസ്, ഓക്കെ, സബ്സിഡറി അലയൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? സബ്സിഡറി അലയൻസ് വെല്ലസ്ലി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ അലയൻസിൽ അടുപ്പിച്ച് 2 എല്ലുണ്ട്, അതുപോലെ വെല്ലസ്ലിയിലും അടുപ്പിച്ച് 2 എല്ലുണ്ട്. ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഓക്കെ, സബ്സിഡറി അലയൻസ് വെല്ലസ്ലി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് 2C ആണെന്ന് കിട്ടിയാൽ ആൻസറിലേക്ക് നമ്മൾ എത്തി, വേറെ എവിടെയും പോകണ്ട. ഓക്കെ, അപ്പൊ ഈ 2 എല്ലിന്റെ കാര്യം മറക്കണ്ട. നമുക്ക് കുറച്ച് എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ഓപ്ഷൻ എ നോക്കാം. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ആക്ടാണ്, ഇന്ത്യയിൽ പാസ്സാക്കിയ ആക്ട് ഒന്നുമല്ല. ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലുള്ള മൊത്തം വ്യാപാരവും നിയന്ത്രിച്ചിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റിന് ഇവരെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്ന ആക്ടാണ് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന ആക്ടാണ്. ഓക്കെ, അപ്പൊ ഈ ആക്ട് മൂലം ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്ന വാരൻ ഹേസ്റ്റിങ്സിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന രീതിയിലേക്ക് ഉയർത്തി. ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്ന വാരൻ ഹേസ്റ്റിങ്സ് ഇപ്പൊ ആരായി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി. അത് മാത്രമല്ല, ഫോർട്ട് വില്യമിൽ ഇന്ത്യക്ക് ഒരു സുപ്രീം കോർട്ടും കൂടി അവർ സ്ഥാപിച്ചു 1774. ഇന്ത്യയുടെ ആദ്യ സുപ്രീം കോർട്ട് എവിടെയാണ്? കൽക്കട്ടയിലാണ്. ഫോർട്ട് വില്യം 1774. ഓക്കെ, നമ്മുടെ അടുത്ത 2 എല്ലിന്റെ ആള് സബ്സിഡറി അലയൻസ്. അപ്പം ഇദ്ദേഹം വെല്ലസ്ലി ആണ്. ആക്ച്വലി സബ്സിഡറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രഞ്ച് ഗവർണർ ആയിട്ടുള്ള ഡുപ്ലെക്സ് ആണ്. പക്ഷെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് വിപുലീകരിക്കുന്നതാണ് വെല്ലസ്ലി ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് സബ്സിഡറി അലയൻസ് എന്ന് നോക്കാം. ഏതൊരു രാജാവാണോ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷന്റെ അലൈ ആയിട്ട് മാറുന്നത്, അവരുടെ ഭരണം റെക്കഗ്നൈസ് ചെയ്യുന്നത്, അവർക്ക് ആ ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം ഒരു ബ്രിട്ടീഷ് ട്രൂപ്പ്, അതായത് ഒരു ബ്രിട്ടീഷ് പടയെ അവരുടെ രാജ്യത്ത് കൊണ്ട് സ്റ്റേഷൻ ചെയ്യണം. ആ പടയ്ക്ക് വേണ്ട എല്ലാ ചെലവും ആര് തന്നെ വഹിക്കണം? ആ രാജാവ് തന്നെ വഹിക്കണം. അത് മാത്രമല്ല, ഇവരെങ്ങാനും ഇത് വഹിക്കാനായിട്ട് പറ്റിയില്ല, ആ ഒരു പൈസ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല, രാജാവിന് സാധിച്ചില്ലെങ്കിൽ ആ രാജാവിന്റെ കാര്യം വളരെ കഷ്ടമാണ്. കാരണം ബ്രിട്ടീഷുകാർ വന്ന് രാജാവിന്റെ സ്ഥലം എടുത്തുകൊണ്ട് അങ്ങ് പോകും, രാജാവിന്റെ ടെറിട്ടറി അനക്സ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകും. ശിക്ഷയായിട്ട് ഫൈൻ അടിച്ചതാണ്, രാജ്യമാണ് ഫൈൻ. ഓക്കെ, അപ്പൊ ഇതാണ് സബ്സിഡറി അലയൻസ്. ഈ ഒരു സബ്സിഡറി അലയൻസിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് എംപയർ വളരെ വേഗം ഇന്ത്യ പിടിച്ചടക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക നാട്ടുരാജ്യങ്ങളും ഇവർ ഈ സബ്സിഡറി അലയൻസ് ഉപയോഗിച്ചാണ് പിടിച്ചെടുക്കുന്നത്. ഝാൻസി റാണിയൊക്കെ ഇതിനെതിരെയാണ് പോരാടിയത്. അവരുടെ കിങ്ഡം ഒക്കെ
സത്താര, ഝാൻസി, അങ്ങനെ ഒരുപാട് കിങ്ഡംസ് ഇവർ സബ്സിഡറി അലയൻസ് എന്നുള്ള രീതിയിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അത് ഇന്ത്യൻ സ്റ്റേറ്റ് എക്കണോമിക്കലി അങ്ങ് തകരും സബ്സിഡറി അലയൻസ്. കാരണം അവർക്ക് ഒരിക്കലും വഹിക്കാൻ പറ്റാത്തുള്ള രീതിയിലുള്ള എമൗണ്ട് ആയിരിക്കും ബ്രിട്ടീഷുകാർ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സബ്സിഡറി അലയൻസിന്റെ കാര്യം. നമുക്ക് അടുത്ത ഡിഒയെ നോക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ്, ലോർഡ് മേയോ. ലോർഡ് മേയോ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് 1871 അതായത് ഇന്ത്യയിൽ പുതിയ പുതിയ ഫാമിംഗ് ടെക്നിക്സ് വരണം, അതുപോലെ ട്രേഡ് മാനേജ് ചെയ്യപ്പെടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ ലോർഡ് മേയോയുടെ കുറച്ച് റിഫോംസ് നമുക്കൊന്ന് നോക്കണം. ഒന്ന്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കൊമേഴ്സ് ആണ്. രണ്ട്, ഇദ്ദേഹമാണ് ഫസ്റ്റ് സെൻസസ് നടത്തുന്നത്. ഓക്കെ, 1871 മുതൽ 1872 വരെയുള്ള കാലഘട്ടത്തിൽ ആദ്യത്തെ സെൻസസ് നടക്കുന്നത് ലോർഡ് മേയോയുടെ ടൈമിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഓഫ് 1872 ഇത് പാസ് ചെയ്യുന്നത് ലോർഡ് മേയോ ആണ്. അതായത് ഇന്ത്യക്ക് മൊത്തം ആദ്യമായിട്ട് ഒരു യൂണിഫോം ലീഗൽ കോഡ് വരുന്നത് ഇദ്ദേഹത്തിന്റെ കാലത്താണ്. ചില്ലറ കാര്യമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതിന് കമ്മ്യൂണിറ്റി ബേസ്ഡ് ലോസ് ഉണ്ട് ഈ ഒരു ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ. ഓക്കെ, അടുത്തതാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ ഇസ് റിലേറ്റഡ് ടു ലിൻലിത്ഗോ. അതായത് ഇവർ ഓഗസ്റ്റ് ഓഫർ പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തിയുടെ പേരാണ് ലിൻലിത്ഗോ. ഇദ്ദേഹം അന്നത്തെ ഇന്ത്യൻ വൈസ്രോയി ആണ്. ഓഗസ്റ്റ് ഓഫറിന്റെ പീരീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഓഗസ്റ്റ് ഓഫർ എന്നതുകൊണ്ടാണല്ലോ അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 8, 1940 ഓഗസ്റ്റ് ഓഫർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ലോർഡ് ലിൻലിത്ഗോ ആണ് അന്നത്തെ വൈസ്രോയി. അപ്പൊ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞത്? 3 കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഇപ്പൊ 1940 എന്നൊക്കെ പറയുമ്പോൾ 2ാം ലോക മഹായുദ്ധം തുടങ്ങാൻ നിൽക്കുകയാണ്, അല്ലെങ്കിൽ തുടങ്ങി. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇവർ പറഞ്ഞത്, യുദ്ധം കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഭരണഘടന ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബോഡി നമ്മൾ സെറ്റപ്പ് ചെയ്യാം. അതായത് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബോഡി ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തരാം എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. രണ്ടാമത്തത്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് കൂടുതൽ ഇന്ത്യൻസിനെ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞു. മൂന്നാമത്തത്, ഒരു വാർ അഡ്വൈസറി കൗൺസിൽ ഇന്ത്യയിൽ രൂപീകരിക്കും. ഇങ്ങനെ 3 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ബോഡി. രണ്ടാമത്തത്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലോട്ട് കൂടുതൽ ഇന്ത്യൻസിനെ എടുക്കും. മൂന്നാമത്തത്, വാർ അഡ്വൈസറി കൗൺസിൽ. ഈ 3 കാര്യമാണ് ഓഗസ്റ്റ് ഓഫറിൽ പറഞ്ഞത്. അതായത് ഇന്ത്യയെ ഇവരുടെ കീഴിൽ എങ്ങനെയും ഒന്ന് ഒതുക്കി നിർത്തി ഒരു ഡൊമിനിയൻ പദവി ഇന്ത്യക്ക് കൊടുക്കാം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് വാർ കഴിഞ്ഞാലും. പക്ഷേ ഇന്റർനാഷണൽ കോൺഗ്രസ് ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇന്റർനാഷണൽ കോൺഗ്രസ് പറയുന്നത്, ഞങ്ങൾക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് വേണ്ടതെന്നാണ് ഇന്റർനാഷണൽ കോൺഗ്രസ് പറയുന്നത്. മുസ്ലിം ലീഗും റിജക്ട് ചെയ്യുന്നു. മുസ്ലിം ലീഗ് റിജക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? അതായത് പാകിസ്ഥാൻ എന്നുള്ള ഒരു ഉരിയാടൽ പോലും ഈ ഓഗസ്റ്റ് ഓഫറിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇതിനെ റിജക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇത് റിജക്ട് ചെയ്ത ശേഷമാണ് മഹാത്മാഗാന്ധി ഇൻഡിവിജ്വൽ സത്യാഗ്രഹ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഓഗസ്റ്റ് ഓഫറിന്റെ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. റൗലത്ത് ആക്ട്, പൂന പാക്ട്, പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ലക്നൗ പാക്ട്. നമ്മൾ പാർട്ടീഷൻ ഓഫ് ബംഗാളിന്റെ വർഷം പറഞ്ഞായിരുന്നു അല്ലെ? 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടക്കുന്നത്. അതായത് ഏറ്റവും പഴയ ഇവന്റ് ഇതിനകത്ത് ഇതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആൻസറിലേക്ക് പോവാം. ആൻസർ ഓപ്ഷൻ ഡി 3421 ആണ്. 3421. നമുക്ക് ഓരോ ഇവന്റും എന്താണ് അല്ലെങ്കിൽ ഏത് വർഷമാണെന്നുള്ളത് നമുക്ക് നോക്കണം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആണ്. ഒന്നാമത്തെ ഇവന്റ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തെ ഇവന്റ് ലക്നൗ പാക്ട് ആണ്. ലക്നൗ പാക്ട് നടക്കുന്നത് 1916. ആരൊക്കെ തമ്മിലാണ് ലക്നൗ പാക്ട് നടക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് ലക്നൗ പാക്ട് നടക്കുന്നത്. ഹിന്ദു മുസ്ലിം യൂണിറ്റി വെളിവായൊരു നിമിഷമാണ് ലക്നൗ പാക്ട്. എന്താണ് പറയുന്നത്? ഇവർ ഗവൺമെന്റിനോട് ഒരുമിച്ച് നിന്ന് ആവശ്യപ്പെടുകയാണ്. എന്ത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം ഞങ്ങൾക്ക് വേണം. ഗവൺമെന്റിൽ, ഇന്ത്യയെ ഭരിക്കുന്ന ഗവൺമെന്റിൽ കൂടുതൽ ഇന്ത്യൻസിനെ ഉൾപ്പെടുത്തണം എന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട ഒരു സംഭവമാണ് ലക്നൗ പാക്ട്.
ഓക്കെ, പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സന്ധിയാണ്. രണ്ട് എതിർ ചേരിയിൽ നിൽക്കുന്ന രണ്ടാളുകൾ ഒരുമിച്ച് വന്ന് സംസാരിക്കുന്നതാണ് പാക്ട് അല്ലെ. അപ്പൊ ഇന്റർനാഷണൽ കോൺഗ്രസും മുസ്ലിമും ഒരുമിച്ച് വന്നതാണ് ടെക്നോ പാക്ടില്. അപ്പൊ കോൺഗ്രസ് ഇതിനകത്ത് മുസ്ലിംസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് എന്നുള്ള സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ മൂന്നാമത്തതാണ് റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ട് 1919 നടക്കുന്നത്. ഈ റൗലത്ത് ആക്ടിനെ കരിനിയമം എന്നൊക്കെ പറയും. കാരണം അത്രയും ദുഷിച്ചൊരു നിയമമാണ് ഈ റൗലത്ത് ആക്ട് എന്ന് പറയുന്നത്. കാരണം ഏതൊരു വ്യക്തിയെയും ഒരു വാറണ്ടോ കാരണോ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുക, ജയിലിലടയ്ക്കുക, ഒരു ട്രയലോ ഒന്നുമില്ല. ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോവാണ്, നിങ്ങളൊരു ബ്രിട്ടീഷ് സോൾജിയർ ആണ്, നിങ്ങൾക്ക് എന്നെ പിടിച്ച് ജയിലിലിടണമെന്ന് തോന്നിയാൽ ചെയ്യാം. ഓക്കെ, അതാണ് റൗലത്ത് ആക്ട്. അതൊരു ബ്ലാക്ക് ആക്ട് ആണ്. ഇതാണ് പിന്നീട് ജാലിയൻവാല ബാഗ് കൂട്ടക്കുരുതിക്ക് കാരണമായി മാറുന്ന ഒരു ആക്ട് ആണ് റൗലത്ത് ആക്ട്. 1919 വർഷം ഓർത്തിരിക്കാൻ എളുപ്പമാണ്, 1919. നാലാമത്തതാണ് പൂന പാക്ട്. പൂന പാക്ട് 1932 പൂന പാക്ട് നടക്കുന്നത് മഹാത്മാഗാന്ധിക്കും അതുപോലെ ഡോക്ടർ BR അംബേദ്കറിനും ഇടയിലാണ്. മഹാത്മാഗാന്ധി ആൻഡ് ഡോക്ടർ BR അംബേദ്കർ, ഇവര് രണ്ടുപേരും രണ്ട് ഐഡിയാസ് ഉള്ളവരാണ്. BR അംബേദ്കറിന് ഡിപ്രസ്ഡ് ക്ലാസസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് വേണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് BR അംബേദ്കർ. അദ്ദേഹം ഡിപ്രസ്ഡ് ക്ലാസസിന് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് കൊടുക്കുന്നതിനോട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഗാന്ധിജി ഇതിനെതിരാണ്. അപ്പൊ ബ്രിട്ടീഷ് കമ്മ്യൂണൽ അവാർഡ് വന്നപ്പോ ഡിപ്രസ്ഡ് ക്ലാസസിന് കൊടുക്കാം എന്ന് പറഞ്ഞു സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ്. പക്ഷെ ഗാന്ധിജി ഇതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഒരു നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് നീങ്ങി. അപ്പൊ ഗാന്ധിജി ഇങ്ങനെ സത്യാഗ്രഹത്തിന് ഇരുന്നാൽ എന്തിനു വേണ്ടിയാണോ വന്ന് അതുകൊണ്ടേ പോകാറുള്ളൂ. അങ്ങനെ ഇവരൊരു നെഗോഷിയേഷനിൽ ഏർപ്പെട്ട് ഓക്കെ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് കൊടുക്കുന്നില്ല എന്ന് വന്നു. അതായത് റീപ്ലേസ് ചെയ്ത് പകരം എന്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞത്? സാധാരണ ജോയിന്റ് ഇലക്ട്രേറ്റ്സ് തന്നെ നടക്കും. ഈ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്രസ്ഡ് ക്ലാസ്സുകാർക്ക് വേണ്ടി വേറെ ഇലക്ഷൻ ആണ് കേട്ടോ. അതായത് അവര് ഡിപ്രസ്ഡ് ക്ലാസ്സിൽപ്പെട്ട അവരുടെ ലീഡറിനെ എലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സിസ്റ്റം ആണ് സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്. ഗാന്ധിജി അതിനെയാണ് എതിർത്തത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ സെപ്പറേറ്റ് ഇലക്ടറിന് പകരം അവർക്ക് കൊടുത്തത് ജോയിന്റ് ഇലക്ട്രേറ്റിൽ റിസർവ്ഡ് സീറ്റ്സ് ആണ്. ഡിപ്രസ്ഡ് ക്ലാസസിന് ജോയിന്റ് ഇലക്ട്രേറ്റ് തന്നെ നടക്കും, പക്ഷെ അവർക്ക് അതിനകത്ത് റിസർവേഷൻ കാണും. അതാണ് അവർക്ക് റീപ്ലേസ് ചെയ്ത് കൊടുത്തത്. അപ്പൊ പൊളിറ്റിക്കൽ റെപ്രസെന്റേഷനും ഉണ്ടാവും, അതുപോലെ നമുക്കൊരു യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇവര് മുന്നോട്ട് പോയത്. അതാണ് പൂന പാക്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ പറയുന്നവരിൽ ഏത് വൈസ്രോയിയാണ് ഇൽബർട്ട് ബിൽ വിവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ലോർഡ് ലിട്ടൺ, ലോർഡ് മിന്റോ, ലോർഡ് റിപ്പൺ, ലോർഡ് കഴ്സൺ. ഇൽബർട്ട് ബിൽ വിവാദമാണ്, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി. ആൻസർ ഓപ്ഷൻ സി ലോർഡ് റിപ്പൺ ആണ്. എന്താണ് ഇൽബർട്ട് ബിൽ? ഇൽബർട്ട് ബിൽ 1883 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേറെ ആരുമല്ല, ലോർഡ് റിപ്പൺ തന്നെയാണ്. ആക്ച്വലി ഇന്ത്യൻസിനെ സംബന്ധിച്ച് നല്ലൊരു ബില്ലാണ് ഇൽബർട്ട് ബിൽ. അതായത് ഇന്ത്യൻസിനെ ട്രൈ ചെയ്യുന്നത് യൂറോപ്യൻ ജഡ്ജസ്. അതായത് ഇന്ത്യൻസിനെ ഒരു കുറ്റം ചെയ്ത് കോർട്ടിലോട്ട് കൊണ്ടുപോയാൽ വിസ്തരിക്കുന്നത് യൂറോപ്യൻ ജഡ്ജസ് ആവാം, അല്ലെങ്കിൽ ഇന്ത്യൻ ജഡ്ജസ് ആവാം. പക്ഷെ ഒരു ബ്രിട്ടീഷുകാരൻ കുറ്റം ചെയ്താൽ അതെപ്പോഴും വിസ്തരിച്ചുകൊണ്ടിരുന്നത് ഒരു യൂറോപ്യൻ ജഡ്ജ് മാത്രമാണ്. അതായത് ഇന്ത്യക്കാരന് ബ്രിട്ടീഷുകാരനെ വിസ്തരിക്കാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷെ ഇൽബർട്ട് ബില്ല് എന്ത് പറഞ്ഞു? ഇന്ത്യൻ ജഡ്ജിനും യൂറോപ്യൻ ഒഫൻഡേഴ്സിനെ വിസ്തരിക്കാം, ട്രൈ ചെയ്യാം. അതായത് ഒരു യൂറോപ്യൻ ആയിട്ടുള്ള കുറ്റാരോപിതനായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു ഇന്ത്യൻ ആയിട്ടുള്ള ജഡ്ജിനും വിസ്തരിക്കാം എന്നുള്ളത് കൊണ്ടുവന്നതാണ് ഇൽബർട്ട് ബിൽ. നല്ലൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്തത്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മാറ്റാനായിട്ട്. പക്ഷേ ഇത് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ അംഗീകരിച്ചില്ല. ഇവർ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചു. എന്താ അവിടെ? റേഷ്യൽ സുപ്പീരിയോറിറ്റിയാണ് അവരുടെ അവിടെ കാണുന്നത്. ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. ഓക്കെ, അതാണ് അവിടെ കാണുന്നത്. അപ്പൊ ഈ ബില്ല് വന്നതോടുകൂടി അങ്ങനെ ഇത്രയും പ്രൊട്ടസ്റ്റുകൾ വരുന്നു. പ്രൊട്ടസ്റ്റുകൾ സഹിക്കവയ്യാതെ ഈ ബില്ലിനെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത് അതിന്റെയൊക്കെ മാറ്റിയൊക്കെ കുറിച്ച് 1884 പിന്നീട് കൊണ്ടുവരാണ് ചെയ്തത്. അതിന്റെ അതൊക്കെ മാറ്റി നമുക്ക് ഇന്ത്യൻ ജഡ്ജസിനെ ട്രൈ ചെയ്യാം എന്നുള്ള പ്രൊവിഷനൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ലോർഡ് റിപ്പണിന്റെ കുറച്ച് നല്ല റിഫോംസ് ഉണ്ട്, നമുക്ക് നോക്കണം. ഫാക്ടറി ആക്ട് ഓഫ് 1881 ലോർഡ് റിപ്പണിന്റെ ആണ്. ഇദ്ദേഹം ഇതിലൂടെ ചൈൽഡ് ലേബറിൽ ഏജ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ജോലി ചെയ്യുന്ന വർക്കിംഗ് അവേഴ്സ് കുറയ്ക്കുന്നു. പിന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ ഫാക്ടറി ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ലോർഡ് റിപ്പൺ കൊണ്ടുവരുന്നു. അതുപോലെ ഹണ്ടർ കമ്മീഷൻ
എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1882 സർ വില്യം ഹണ്ടറിന്റെ നേതൃത്വത്തിൽ ഒരു എഡ്യൂക്കേഷൻ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. മൂന്നാമത്തത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ലോർഡ് റിപ്പൺ ആണ് അല്ലെ, LSTD. അപ്പോൾ ലോർഡ് റിപ്പൺ ആണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ലോർഡ് റിപ്പണെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1857 കലാപകാലത്ത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ കാനിങ് പ്രഭു, ഓപ്ഷൻ ബി ഡൽഹൌസി പ്രഭു, ഓപ്ഷൻ സി എൽജിൻ പ്രഭു, ഓപ്ഷൻ ഡി ലിപ്ടൺ പ്രഭു. ആരാണ് 57 റിവോൾട്ടിന്റെ ടൈമിലുള്ള ബ്രിട്ടീഷ് ഗവർണർ ജനറൽ? ആരാണ്? ഓപ്ഷൻ എ കാനിങ് പ്രഭു ആണ്. ലോർഡ് കാനിങ് ആണ് 1857 റിവോൾട്ടിന്റെ ടൈമിൽ ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇദ്ദേഹം 1856 തൊട്ട് 1862 വരെയാണ് ഭരിക്കുന്നത്. റിവോൾട്ടിന് ശേഷം ഇദ്ദേഹം ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായി. അതായത് 1856 ശേഷം നടക്കുന്ന എന്താണ്? ക്രൗൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പദവിയിൽ നിന്ന് മാറ്റി ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇന്ത്യയുടെ ഡയറക്ടർ കൺട്രോള് രാജ്ഞി ഏറ്റെടുക്കുന്നു, ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആയി മാറുന്നു. 1857 ഇന്ത്യയുടെ ആദ്യ വൈസ്രോയി ആരാണ്? ലോർഡ് കാനിങ് ആണ്. അത് ക്ലിയർ ആയിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 1909 ഗാന്ധിജി എഴുതിയ പുസ്തകം ഏതാണ്? ഓപ്ഷൻ എ എന്റെ ആഫ്രിക്കൻ വർഷങ്ങൾ, ബി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, സി സത്യാഗ്രഹം ഒരു പുതിയ ജീവിത രീതി, ഡി ഹിന്ദ് സ്വരാജ്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഹിന്ദ് സ്വരാജ് ആണ്. ഈ 1909 എന്ന് പറയുമ്പോൾ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ എത്തിയിട്ടില്ല. അദ്ദേഹം 1915 മറ്റോ ആണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പം ഇദ്ദേഹം ലണ്ടനിൽ പഠിത്തം കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിലെ ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു ജേർണി, കപ്പൽ യാത്രയിലാണ് ഇദ്ദേഹം ഹിന്ദ് സ്വരാജ് എഴുതുന്നത്. ഈ പുസ്തകത്തിലൂടെ ഇദ്ദേഹം വെസ്റ്റേൺ സിവിലൈസേഷനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ സ്വരാജ് എന്നാൽ എന്താണ് അദ്ദേഹത്തിന്, അതുപോലെ അഹിംസ, സത്യാഗ്രഹ പോലെയുള്ള ഐഡിയാസിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഹിന്ദ് സ്വരാജിൽ കൂടിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഫ്രീഡം മൂവ്മെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹിന്ദ് സ്വരാജിനെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ മൈ ആഫ്രിക്കൻ ഇയേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹം 1928 എഴുതുന്നത്. അപ്പൊ സൗത്ത് ആഫ്രിക്കയിലല്ല, ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം സത്യാഗ്രഹ, അഹിംസ പോലുള്ള ഐഡിയാസ് കുറച്ചും കൂടി ഷാർപ്പൺ ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് എടുക്കുന്നത്. ആ ഒരു ടൈമിലുള്ള അദ്ദേഹത്തിന്റെ അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെയുള്ള പോരാട്ടവും കാര്യങ്ങളും ഒക്കെയാണ് മൈ ആഫ്രിക്കൻ ഇയേഴ്സ് എന്ന പുസ്തകത്തിലുള്ളത്. പിന്നെ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എല്ലാവർക്കും അറിയാലോ, 1927 അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് പത്രാധിപരും ലിസ്റ്റ് 2 അവരുടെ പത്രങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ടഫർ സൈഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് പോവാം. നിങ്ങൾ എന്തായാലും ആൻസർ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ആൻസർ നോക്കാം. ഫർദൂൻജി മുർസബ് ബോംബെ സമാചാറിന്റെ പത്രാധിപരാണ്. ഇന്നും ഇന്ത്യയിലെ റണ്ണിങ് ന്യൂസ് പേപ്പേഴ്സിൽ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ ആണ് ബോംബെ സമാചാർ. അടുത്തത് PM മോത്തിവാല ദ ട്രിബ്യൂണിന്റെ പത്രാധിപരാണ്. 1881 പഞ്ചാബിലാണ് ദ ട്രിബ്യൂൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് ദ ട്രിബ്യൂൺ. ബാബു ജോഗേന്ദ്രനാഥ് ബോസ് ഭംഗ്ബാസിയുടെ പത്രാധിപരാണ്. ഇതൊരു ബംഗാളി പത്രമാണ്. ഓക്കെ, ബംഗാളി പീപ്പിൾ ആർ മോർ ലൈക്ക് ഇന്റലക്ച്വൽ പീപ്പിൾ ആണ്. അപ്പൊ അവരുടെ പത്രത്തിൽ ലിറ്ററേച്ചർ ഉണ്ട്, സോഷ്യൽ റിഫോംസ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ടുള്ള ആളുകളാണ് ബംഗാളി പീപ്പിൾ ആ ഒരു ടൈമിൽ. അപ്പൊ ബംഗ്ബാസിയുടെ പത്രാധിപര് ബാബു ജോഗേന്ദ്രനാഥ് ബോസ്. ദയാൽ സിംഗ് മജീദിയയുടെ പത്രമാണ് ജംഷാദ്. ഒരു പാർസി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പത്രമായിരുന്നു ജംഷാദ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. Which of the following statement is correct about the formation of Indian National Congress in 1885? First statement, it was started by the British initiative to act as the safety valve to curb anti-British feeling.
It was the culmination of political awakening and national consciousness to achieve anti-imperialist objectives. മൂന്നാമത്തത്, the educated elites found it to fulfill their aspirations of grabbing political power. 4. It was founded by Mahatma Gandhi. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിലെ ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തെ സംബന്ധിച്ച് ശരിയായവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തേത് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇനീഷ്യേറ്റീവ് ആണ്, ഒരു സേഫ്റ്റി വാൽവ് ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളത്. ഇതൊരു ആക്ച്വലി ഒരു തിയറി ഇങ്ങനെ ഉണ്ട് കേട്ടോ. കാരണം എഒ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യുന്നത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പേഴ്സൺ ആണ്. അപ്പം ഒരു സേഫ്റ്റി വാൽവ് ആയിട്ട് അങ്ങനെ ഒരു തിയറി പറയുന്നുണ്ട്. ബട്ട് അതവിടെ ഇരിക്കട്ടെ, കാരണം നമുക്കൊരു ഓപ്ഷൻസിലെല്ലാം സിംഗിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് വാസ് ദ കൾമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ അവേക്കനിങ് നാഷണൽ കോൺഷ്യസ്നസ്. അത് കറക്റ്റ് അല്ലേ? ഒന്ന് നോക്കിക്കേ. ആളുകൾ ആന്റി ഇമ്പീരിയലിസ്റ്റ് ഒബ്ജക്റ്റീവ്സിന് എതിരെ പോരാടാൻ വേണ്ടിയിട്ട് അതിനെതിരെയുള്ള ഒരു കോൺഷ്യസ്നെസിന്റെ കൾമിനേഷൻ ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഓൺലി 2 ആണ് ആൻസർ, ഓപ്ഷൻ സി. പിന്നെയുള്ള ഈ 4th ഓപ്ഷനൊക്കെ നോക്കിയാൽ മഹാത്മാഗാന്ധിയാണ് ഉണ്ടാക്കിയത്. മഹാത്മാഗാന്ധിക്ക് 1885 എന്നൊക്കെ പറയുമ്പം അദ്ദേഹത്തിന് 15-16 വയസ്സേ ആവത്തുള്ളൂ. അപ്പൊ മഹാത്മാഗാന്ധി അല്ല, എഒ ഹ്യൂം ആണ് ഫൗണ്ടർ. ഓക്കെ, എഒ ഹ്യൂം ആണ് INCയുടെ ഫൗണ്ടർ. ദ എഡ്യൂക്കേറ്റഡ് എലൈറ്റ്സ് അവർക്ക് ഗ്രാബിംഗ് പൊളിറ്റിക്കൽ പവറിന് വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല, ആന്റി ഇമ്പീരിയലിസ്റ്റ് ഒബ്ജക്റ്റീവ്സിന് വേണ്ടിയിട്ടായിരുന്നു. ആന്റി ഇമ്പീരിയലിസത്തിന് വേണ്ടിയിട്ടാണ് അവര് INC സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. കൾമിനേഷൻ ഓഫ് പൊളിറ്റിക്കൽ അവേക്കനിങ് ആൻഡ് നാഷണൽ കോൺഷ്യസ്. നാഷണലിസം എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ത്യൻ ജനതയ്ക്ക് എപ്പോൾ വന്നു? അപ്പോഴത്തൊട്ടാണ് ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് തുടങ്ങുന്നത്. ആന്റി ഇമ്പീരിയലിസ്റ്റ് ഫീലിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ വരുന്നു. അപ്പൊ അങ്ങനെയാണ്. എഒ ഹ്യൂം ആണ് കോൺഗ്രസ് ഫൗണ്ട് ചെയ്യുന്നത് 1885. ഈ സേഫ്റ്റി വാൽവ് തിയറി എന്താന്ന് വെച്ചാല് ബ്രിട്ടീഷുകാർക്കെതിരെ വല്ലാത്ത രോഷമുണ്ട്. അതെ, ആർക്ക്? ഇന്ത്യക്കാർക്ക്. അപ്പൊ ഇതിനെ കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അതായത് ഒരു സേഫ്റ്റി വാൽവ് ആക്കി. അതായത് INCയുടെ ആദ്യത്തെ ഒരു കാലഘട്ടം ഒട്ടും എക്സ്ട്രീമിസ്റ്റ് കാലഘട്ടം അല്ല. അവര് നിവേദനങ്ങളും റിക്വസ്റ്റും ഒക്കെ ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു ആങ്കർ പെട്ടെന്ന് ബേസ്റ്റ് ഔട്ട് ആവാതിരിക്കാനായിട്ട് ഈ ഒരു ആങ്കർ ഒന്ന് ചാനൽ ചെയ്ത്, അല്ലെങ്കിൽ ഒരു പയ്യെ ഒരു കുറച്ചും കൂടെ സിവിലൈസ്ഡ് രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി വാൽവ് എന്ന രീതിയിലാണ് INC ഫോം ചെയ്തതെന്നാണ് ആര് പറഞ്ഞത്? ലാലാ ലജ്പത് റായ് പറഞ്ഞത്. ഓക്കെ, പക്ഷെ മോഡേൺ ഹിസ്റ്റോറിയൻസ് ഇത് മാത്രമായിട്ട് ഇതാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടായിരിക്കും അതിനകത്ത് റോങ് ആൻസർ ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടന്റ് ലീഡേഴ്സ് ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ് ബാനർജി, ഫിറോസ് ഷാ മേത്ത, ഗോപാൽ കൃഷ്ണ ഗോഖലെയൊക്കെയാണ്. ഓക്കെ, ഇവരൊക്കെ ഏർലി ലീഡേഴ്സ് ഓഫ് INC ആണ്. അപ്പൊ സേഫ്റ്റി വാൽവ് തിയറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു പെട്ടെന്നൊരു പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരുടെ ആ ഒരു രോഷമെല്ലാം ചാനൽ ചെയ്ത് ഒരു ഫോറത്തിലേക്ക് കൊണ്ടുവരിക, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എഒ ഹ്യൂം ഒരു യൂറോപ്യൻ ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കിയത്. ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ഇനി ഇത് നമ്മളൊരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. മോഡേൺ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.